വർഗ്ഗക്കാരെ മനുഷ്യരായി പോലും കാണാൻ മടിച്ച ഒരു ജനതയെ നയിക്കാൻ അങ്ങനെ ആ കറുത്ത വർഗ്ഗക്കാരിലൊരാളായ അദ്ദേഹം നിയമിതനായി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചു പോന്ന ഈ വർണ്ണഹത്യക്കുമേൽ ഒരു രക്ഷാകവചം തീർക്കുക എന്ന നിശ്ചയദാർഢ്യം തന്നെയാവാം അദ്ദേഹത്തെ ഈ പദവിയിലെത്തിച്ചതും. 2008 അമേരിക്കൻ ഐക്യനാടുകളുടെ 44ാമത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാവാം. That my story is part of the larger American story, that I owe a debt to all of those who came before me, and that in no other country on earth is my story even possible. ചിക്കാഗോയിലെ മതിയായ വരുമാനം പോലുമില്ലാത്ത കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസറായി പ്രവർത്തിച്ചു വന്ന ഒബാമ അമേരിക്കൻ ജനതയെയും അവരുടെ പ്രശ്നങ്ങളെയും നേരിട്ടറിഞ്ഞു. ശേഷം തൻ്റെ അനുഭവത്തെ ഇങ്ങനെ കുറിച്ചു: ഹാർഡ്വേർഡ് ലോ സ്കൂളിൽ എനിക്ക് ലഭിച്ച മറ്റെന്തിനേക്കാളും മികച്ച വിദ്യാഭ്യാസമെന്ന്. ഇതിനിടെയായിരുന്നു പ്രണയിനിയായ മിഷേലിനെ കണ്ടെത്തുന്നതും ജീവിത സഖിയാക്കുന്നതും. ചിക്കാഗോ യൂണിവേഴ്സിറ്റി ലോ സ്കൂളിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നതിനിടെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ്. ഇല്ലിനോയ്സ് സംസ്ഥാനത്ത് നിന്നും സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒബാമ തൻ്റെ നിലപാടുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാധാരണക്കാരുടെ കൂടെ നിന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും 2 പ്രാവശ്യം സെനറ്റിലെത്തി. 2004 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം രാജ്യവ്യാപക ശ്രദ്ധ നേടി. I stand before you again tonight, after almost 2 terms as your president, to tell you I am more optimistic about the future of America than ever before. ഒടുവിൽ 2007 ഫെബ്രുവരി 10 ആ പ്രഖ്യാപനമെത്തി. US പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തി. 2008 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജോൺ മക്കെയെ പരാജയപ്പെടുത്തി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചരിത്രം തിരുത്തിയ പ്രസിഡന്റ് പദവി. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പരാജയം മാത്രമായിരുന്നില്ല, അവർ പരിഭ്രാന്തരായിരുന്നു. എന്നാൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രതീക്ഷയും. തെരുവുകളിൽ ജനങ്ങൾ ആർപ്പു വിളിച്ചു, മുദ്രാവാക്യങ്ങൾ ഉണർന്നു. അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമായിരുന്നു അവർ ആ കൈകളിലേൽപ്പിച്ചത്. 2008 ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന സമയം. വെല്ലുവിളികളേറെയുണ്ടായിരുന്നു. എല്ലാം അതിജീവിച്ച് അയാൾ മുന്നോട്ട്. 2012 വീണ്ടും പ്രസിഡന്റ് പദവി. അങ്ങനെ 8 വർഷം ആ നാടും ആ ജനതയും ആ കൈകളിൽ ഭദ്രമായിരുന്നു.